ഹായ് ഗൈസ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സജ്ജാദ് സഗീർ. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് OIOP, വൺ ഇന്ത്യ വൺ പെൻഷൻ. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് വൺ ഇന്ത്യ വൺ പെൻഷനെ കുറിച്ച് ഞാനൊരു വീഡിയോ കവറേജ് ചെയ്തിരുന്നു. എന്നാൽ കുറച്ചും കൂടെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ കവർ ചെയ്തത്. എന്തായാലും നമുക്ക് ആ ദൃശ്യത്തിലേക്ക് കടക്കാം. ഒന്ന് നിൽക്കൂ, അല്പം ചിന്തിക്കൂ. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമാണ് വാർദ്ധക്യവും രോഗവും. അതിനൊരു തണലൊരുക്കുകയാണ് OIOP, അതായത് വൺ ഇന്ത്യ വൺ പെൻഷൻ. യാതൊരു രാജ്യത്തും മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം അനിവാര്യമാണ്. അതാത് കാലത്തെ സർക്കാരുകളുടെ ഉത്തരവാദിത്വമായി ചുരുങ്ങാതെ ഇവിടുത്തെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമായി അത് മാറേണ്ടതുണ്ട്. വർദ്ധിച്ചു വരുന്ന വാർദ്ധക്യ പീഡനങ്ങളും വ്യവസായ സ്ഥാപനങ്ങൾ പോലെ പെരുകുന്ന വൃദ്ധസദനങ്ങളും ഇവിടെ വേണോ? നമ്മളൊന്ന് തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കുന്ന ദുരന്തങ്ങൾ പ്രവചനാതീതമാണ്. ആരും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യ ജീവിതത്തിലെ വസന്തകാലമാണ് യൗവനം. അത് മുഴുവൻ അടുത്ത തലമുറയ്ക്കായി കരുണയായും കരുതലായും സമർപ്പിച്ചവരാണ് 60 വയസ്സ് തികഞ്ഞ മുതിർന്ന പൗരന്മാർ. OIOP കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമക്ഷത്തിലേക്ക് വയ്ക്കുന്ന നിർദ്ദേശം ഇതാണ്: 60 വയസ്സ് കടന്ന തീരാ ദുരിതമനുഭവിക്കുന്ന ഓരോ മുതിർന്ന പൗരനും ലിംഗവ്യത്യാസമില്ലാതെ കുറഞ്ഞത് 10,000 രൂപയെങ്കിലും തുല്യ പെൻഷൻ നൽകണമെന്ന്. കാരണം നികുതി നൽകുന്നതിൽ എല്ലാവരും തുല്യരാണ്. ആ നികുതി പണത്തിൻ്റെ ആനുകൂല്യം വൻ പെൻഷനായി സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നത് കടുത്ത അനീതിയാണ്. സർക്കാർ നൽകുന്ന തുച്ഛമായ വാർദ്ധക്യ പെൻഷൻ കൊണ്ട് മരുന്നിനോ നിത്യ ചെലവുകൾക്കോ തികയാതെ ബുദ്ധിമുട്ടുന്ന മുതിർന്ന പൗരജനങ്ങളുടെ ദുരിതവും ഗതികേടും അധികാരികളും ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ജനപ്രതിനിധികളും കണ്ടില്ല എന്ന് നടിക്കുന്നത് സങ്കടകരമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് OIOP ഇത്തരത്തിലൊരു നിർദ്ദേശവുമായി രംഗത്ത് വരുന്നത്. നമസ്കാരം പ്രിയ സഹോദരിമാരെ, ഞാനിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഒരു സംഘടനയുണ്ട്, OIOP എന്ന് പറയുന്നത് വൺ ഇന്ത്യ വൺ പെൻഷൻ. അതായത് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലുള്ളവർക്ക് എല്ലാവർക്കും തുല്യമായ പെൻഷൻ നൽകണമെന്നുള്ള ഒരു സംഘടനയാണിത്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ തൊഴിലുറപ്പ് പ്രവർത്തിക്കുന്നവരാണല്ലോ, അതുപോലെ ഓട്ടോ തൊഴിലാളികൾ കാണും, പിന്നെ മേസ്തിരിമാർ കാണും, കടലിൽ പണി ചെയ്യുന്നവർ കാണും, അങ്ങനെ ഒത്തിരി പണിക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും തുല്യമായ നീതി നമുക്ക് നടപ്പാക്കണം എന്ന് പറയുന്ന ഒരു സംഘടനയാണ് OIOP എന്ന് പറയുന്നത്. നിർധരായവർക്കും അതിനകത്ത് കാശുള്ളവർക്കും അങ്ങനെ നമ്മളതിനെ വേർതിരിവ് ഇതിനകത്ത് കാണുന്നില്ല. എല്ലാവർക്കും തുല്യമായിട്ട് 10,000 രൂപ പെൻഷൻ നൽകണമെന്നുള്ള ഒരു സംഘടനയാണ് OIOP എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതു രാഷ്ട്രീയ പ്രവർത്തിയിലും വേണം നിങ്ങൾ പ്രവർത്തിക്കാം. പലരും പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും, അതൊന്നും ഒരു കാര്യമല്ല. പലരും പല മതസ്ഥരായിരിക്കും. ഇതിനകത്ത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഇതൊന്നും ഇതിനകത്ത് പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നിങ്ങളുടെ സഹകരണങ്ങളാണ് നമുക്ക് ആവശ്യം. എല്ലാവരും സഹകരിക്കാൻ തയ്യാറാണല്ലോ അല്ലേ? തയ്യാറാണല്ലോ? ഒന്ന് ഉറച്ചു പറയേ. ശരി, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ ഈ സംഘടനയ്ക്ക് യാതൊരു വിധമായ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നുമല്ല. നിങ്ങൾ പല രീതിയിലുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ്, അത് ഇതിനകത്ത് ബാധകമല്ല. നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾക്ക് തുടർന്ന് പോകാം, അതൊന്നും ഇതിനകത്ത് പ്രശ്നമല്ല. OIOP പറയുന്നത് നിങ്ങൾക്ക് 60 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 10,000 രൂപ പെൻഷൻ വാങ്ങി തരണമെന്നുള്ളത് മാത്രമാണ്. 60 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 60 വയസ്സ് സാധാരണഗതിയിലുള്ള ഒരു പെൻഷൻ സമ്പ്രദായം എന്ന് പറയുന്നത് 60 വയസ്സാണ്. അപ്പോൾ 60 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 10,000 രൂപ നമുക്ക് പെൻഷൻ കിട്ടണം. ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. അവർ പെൻഷനായി കഴിഞ്ഞാൽ ഒരു വലിയ തുകയും അവർക്ക് കൊടുക്കുന്നുണ്ട്. ആണല്ലോ? ശരിയാണല്ലോ? ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സാധാരണ ഒരു ക്ലർക്ക് ജോലി ചെയ്യുന്നവർക്ക് 30,000 40,000 മാസം ശമ്പളം കൊടുക്കുന്നു. ഇവർ ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അവർ ഈ 65-50 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ബൾക്കായിട്ട് നല്ലൊരു എമൗണ്ട് അവർക്ക് കിട്ടുന്നു. കൂടാതെ പെൻഷനും കിട്ടുന്നു. പെൻഷൻ എന്ന് പറഞ്ഞാൽ 30,000 40,000 50,000
90,000 രൂപ പെൻഷൻ വാങ്ങുന്നവരും ഇന്നിവിടെ നിലനിൽപ്പുണ്ട്. ഈ പെൻഷൻ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങളുടെ നികുതി പണം. അതായത് നിങ്ങൾ കരം കൊടുക്കുന്ന ആ നികുതി പണത്തിനെയാണ് അവർ പെൻഷനായിട്ട് അവർക്ക് കൊടുക്കുന്നത്. അത് നിങ്ങളത് മനസ്സിലാവണം. നിങ്ങൾ ഓരോരുത്തരും കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി നിങ്ങളെ വീടും നിങ്ങളുടെ സ്ഥാപനങ്ങളും നിങ്ങളെ ഓരോ സ്ഥാനത്തിലും നിങ്ങൾ പഞ്ചായത്തിൽ കൊടുക്കുന്ന നികുതി പണം, ഈ നികുതി പണത്തിനെയാണ് അവർക്ക് പെൻഷനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അർഹതപ്പെട്ടവരല്ലേ? അല്ലേ? അതാണ് OIOP പറയുന്നത്. 60 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യമായ പെൻഷൻ നൽകണമെന്ന് പറയുന്നത്. അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നാലും ശരി, തൊഴിലുറപ്പ് പ്രവർത്തകരായിരുന്നാലും ശരി, ആർക്കായിരുന്നാലും ശരി 10,000 രൂപ പെൻഷൻ വേണമെന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ തയ്യാറല്ലേ? നമ്മുടെ എല്ലാമായ നമ്മുടെ തൊഴിലുറപ്പായാലും നമ്മുടെ ബാലതാരം പഞ്ചായത്തിലുള്ള നമ്മുടെ നിവാസികളെ ഈ OIOP 1 ഇന്ത്യ 1 പെൻഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് 10,000 രൂപ പെൻഷൻ കിട്ടണം എന്നുള്ള നമ്മുടെ അവകാശമാണ് നമ്മൾ പറയുന്നത്. 60 വയസ്സ് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും അവിടെ സാമ്പത്തികമായിട്ട് വളരെയധികം കൂടുതലുള്ളവരായാലും കുറഞ്ഞവരായാലും എല്ലാവർക്കും തുല്യമായ പെൻഷൻ 10,000 രൂപ എല്ലാ വ്യക്തികൾക്കും കിട്ടണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതിന് എല്ലാവരും, നമുക്കിവിടെ കക്ഷി രാഷ്ട്രീയം ഇല്ല, ഒരു രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, അങ്ങനെ ഒരു ഇതില്ല. ഒരാൾ ചോദിക്കും, എനിക്കെന്തോന്ന്, എനിക്കിപ്പോൾ 50 വയസ്സായതേ ഉള്ളൂ, പിന്നെ ഞാനെന്തിനു പ്രവർത്തിക്കുന്നത്? പക്ഷേ നമുക്ക് 50 വയസ്സായിരിക്കും, പക്ഷേ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ 60 വയസ്സ് കഴിഞ്ഞ ധാരാളം ആളുകളുണ്ടായിരിക്കും, അവർക്കത് പ്രയോജനപ്പെടും. ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ നമ്മളുണ്ടെങ്കിൽ ഓരോ കാര്യത്തിനും ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിന് നല്ല രീതിയിൽ സഹകരിക്കുക. ഇത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ പങ്കുവയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.